ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ഡിജിപിമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും യോഗം വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ജമ്മുകശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥർക്കും പുറമെ ലഡാക്കിലെയും ജമ്മുകാശ്മീരിലെയും ഗവർണർമാരും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി നന്ദൻ ഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, 2 മണിക്കാണ് യോഗം വിളിച്ചു ചേർത്തിരുന്നത്. അത് തുടങ്ങിയോ? അതിർത്തി വളരെ കൃത്യമായി അതിർത്തികൾ സുസജ്ജമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ സുസജ്ജമാണ്. അത് ഒന്നുകൂടി ഉറപ്പിക്കലാണോ ഈ യോഗത്തിന്റെ ഉദ്ദേശം? നിലവായി ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സ്വാഭാവികമായും ഭാരതത്തിനെതിരെ യുദ്ധം നടത്തുവാനോ അല്ലെങ്കിൽ തിരിച്ചടിക്കുവാനോ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇത്തരത്തിലൊരു യോഗം വിളിച്ചത്. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതേപോലെ തന്നെ പോലീസ് മേധാവിമാർ, ചീഫ് സെക്രട്ടറിമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് പുറമെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. പ്രധാനമായും പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയോടും അതേപോലെ തന്നെ അവിടുത്തെ പോലീസ് മേധാവിയോടും അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറിമാരോടുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചത്. ഇതിനു പുറമെ ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ലഫ്റ്റനന്റ് ഗവർണർമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ സജ്ജമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാകും ഈ യോഗം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ മുഴുവനിടങ്ങളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശ് പോലീസ് DGP നേരിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും റെഡ് അലേർട്ട് നൽകി കഴിഞ്ഞു. തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ കൃത്യമായി കൂടുതൽ കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ VVIPകൾക്ക് കൂടുതൽ കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങളടക്കമുള്ള മുഴുവൻ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും ഉത്തർപ്രദേശ് സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് റെഡ് അലേർട്ട് നൽകിയിരിക്കുകയാണ്. ഇതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളും പ്രതിരോധ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഈ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഭീകര കേന്ദ്രങ്ങളിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആക്രമണം നടത്തിയത്. പാക് സൈന്യത്തിനുപരി ഇത്തരം ഏതെങ്കിലും ഭീകരർ ഒരുപക്ഷെ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഭീകരർ ഈ ഒരു സന്ദർഭം നോക്കി ഒരുപക്ഷെ ആക്രമണം നടത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സംസ്ഥാനങ്ങളെയും, രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളോടും അലേർട്ടാകാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാവിലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി മറ്റും അതിർത്തി പങ്കിടുന്ന ബോർഡർ ഉള്ള ജില്ലകളിലെ മുഖ്യമന്ത്രിമാരോടും അതേപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിമാരോടും അതേപോലെ തന്നെ ഈ ചീഫ് സെക്രട്ടറിമാരോടും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോടും പ്രത്യേക യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചതും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആ യോഗം പുരോഗമിക്കുകയാണ്. നീലിമ. ശരി നന്ദൻ.